തിരുവനന്തപുരത്ത് ആമയിഴഞ്ചാൻ തോട് വൃത്തിയാക്കാൻ ഇറങ്ങിയ ആളെ കാണാതായി. മാരായമുട്ടം സ്വദേശി ജോയിയാണ് കാണാതായത്. നഗരസഭയുടെ താൽക്കാലിക ജീവനക്കാരനാണ് ജോയി. ഫയർഫോഴ്സ് സംഘം തോട്ടിൽ പരിശോധന നടത്തുന്നു. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചന്തു ചന്ദ്രശേഖർ ചേരുന്നുണ്ട്. ചന്തു, എപ്പോഴാണ് ഇദ്ദേഹത്തെ കാണാതായത്? ഒപ്പം തന്നെ തിരച്ചിൽ എപ്രകാരമാണ് പുരോഗമിക്കുന്നത്? വീണ, അല്പസമയം മുൻപാണ് തിരുവനന്തപുരം തമ്പാനൂർ റെയിൽവേ സ്റ്റേഷന് സമീപമുള്ള ആമയിഴഞ്ചാം തോടിൽ ഈ മാലിന്യം നീക്കം ചെയ്യാനിറങ്ങിയ തൊഴിലാളിയെ കാണാതായിരിക്കുന്നത്. രാവിലെ മുതൽ ഇവിടെ ശക്തമായ മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ ഇദ്ദേഹം ഈ മാലിന്യം കൂമ്പാരമായി കിടക്കുന്ന അതിനിടയിൽ അകപ്പെട്ടതാണോ എന്ന് സംശയിക്കുന്നുണ്ട്. ഫയർഫോഴ്സ് എത്തി ഇപ്പോൾ പരിശോധന നടത്തുന്നുണ്ട്. നഗരസഭയുടെ താൽക്കാലിക ജീവനക്കാരനാണ്. മാരായമുട്ടം സ്വദേശിയായ ജോയിയെയാണ് കാണാതായിരിക്കുന്നത്. ഫയർഫോഴ്സ് സംഘം ഇപ്പോൾ പരിശോധന പുരോഗമിക്കുന്നുണ്ട്. അദ്ദേഹത്തെ കണ്ടെത്തുന്നതിന് വേണ്ടി പൂർണ്ണമായും മാലിന്യം നിറഞ്ഞ അവസ്ഥയിലാണ് ആമയിഴഞ്ചാൻ തോട്. ഈ പ്ലാസ്റ്റിക് മാലിന്യങ്ങളും മറ്റ് ജൈവ അജൈവ മാലിന്യങ്ങളെല്ലാം തന്നെ കൊണ്ട് മൂടിയ സ്ഥിതിയിലാണ് തോടുള്ളത്. അപ്പോൾ ഇദ്ദേഹം ഈ റെയിൽവേ സ്റ്റേഷൻ അടിയിലേക്ക് ഈ ഒഴുക്കെന്തെങ്കിലുമുള്ള സാഹചര്യത്തിൽ അടിയിലേക്ക് അകപ്പെട്ടിട്ടുണ്ടോ എന്നിപ്പോൾ ഫയർഫോഴ്സ് സംഘം പരിശോധിക്കുന്നുണ്ട്. റോപ്പ് ഉപയോഗിച്ച് ഈ മാലിന്യം നീക്കം ചെയ്യുകയും അതിനടിയിൽ ഇദ്ദേഹം അകപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവിടെ നിന്നും പുറത്തേക്ക് എടുക്കുന്നതിനുള്ള ശ്രമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. വളരെ ശ്രമകരമായ ദൗത്യം തന്നെയാണ്. കാരണം ഈ മാലിന്യം നീക്കം ചെയ്യുക എന്നതാണ് ഏറ്റവും ശ്രമകരമായി നിൽക്കുന്നത്. പുറത്ത് കാണാനാകാത്ത വിധം, വെള്ളം പുറത്ത് കാണാനാകാത്ത വിധം മാലിന്യം കെട്ടി നിൽക്കുന്ന അവസ്ഥയിലാണ് ആമയിഴഞ്ചാൻ തോട്. നമുക്കറിയാവുന്ന പോലെ നഗരത്തിലെ മാലിന്യങ്ങളുടെ പ്രധാന ഒരു വാഹിനി ആമയിഴഞ്ചാൻ തോട് മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ശ്രമകരമായ ദൗത്യമാണ് ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിൽ ഇപ്പോൾ പുരോഗമിക്കുന്നത്. അല്പസമയം മുൻപാണ് അദ്ദേഹത്തെ കാണാനായത്. റെയിൽവേയുടെ നിർദ്ദേശപ്രകാരം നഗരസഭയുടെ താൽക്കാലിക ജീവനക്കാരനായ ജോയി രാവിലെ എത്തിയാണ് ഈ മാലിന്യ നീക്കം ചെയ്യുന്ന നടപടികൾ ആരംഭിച്ചത്. പ്രത്യേകിച്ച് മഴ കൂടി നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. രാവിലെ മുതൽ തിരുവനന്തപുരം നഗരത്തിൽ മഴ കൂടി പെയ്യുന്ന സാഹചര്യമാണ്. അപ്പോൾ എങ്ങനെയാണ് ഇദ്ദേഹം ഈ മാലിന്യ കൂമ്പാരത്തിലേക്ക് അകപ്പെട്ടതെന്ന് വ്യക്തമല്ല. എന്തായാലും അദ്ദേഹത്തെ കണ്ടെത്തുന്നതിനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുകയാണ്. ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിലുള്ള സംഘം ഇപ്പോൾ ഈ ആമയിഴഞ്ചാൻ തോടിലേക്ക് ഇറങ്ങി അദ്ദേഹത്തെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് നടത്തുന്നത്. അദ്ദേഹത്തെ ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. റോപ്പ് ഉപയോഗിച്ച് ഇദ്ദേഹം മാലിന്യങ്ങൾക്കിടയിൽ അകപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവിടെ നിന്നും പുറത്തെടുക്കുന്നതിനുള്ള ശ്രമമാണ് നടക്കുന്നത്. മഴ കൂടി നിൽക്കുന്ന സാഹചര്യം രക്ഷാപ്രവർത്തനത്തിന് അല്പം ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നുണ്ട്. കാരണം ഈ റോഡിൽ നിന്നുമൊക്കെ വെള്ളം കൂടുതലായി കുത്തിയൊലിച്ച് ഈ ആമയിഴഞ്ചാൻ തോടിലേക്ക് ഇറങ്ങുന്ന സാഹചര്യമുണ്ട്. അത് ഈ മാലിന്യം നിറഞ്ഞു നിൽക്കുന്ന സാഹചര്യം കൂടി ആയപ്പോൾ ഫയർഫോഴ്സിനെ സംബന്ധിച്ചിടത്തോളം അല്പം ശ്രമകരമാണ്. എന്നിരുന്നാൽ തന്നെയും ഈ മാലിന്യങ്ങൾക്കിടയിൽ നിന്നും ജോയിയെ പുറത്തേക്ക് കൊണ്ടുവരുന്നതിനുള്ള രക്ഷാപ്രവർത്തനങ്ങളാണ് ഇപ്പോൾ ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിൽ പുരോഗമിക്കുന്നത്. ചന്തു, അതായത് രാവിലെ മുതൽ ചന്തു പറഞ്ഞതിൽ നിന്ന് തുടരുകയാണെങ്കിൽ രാവിലെ മുതൽ ശക്തമായ മഴയുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ഇതിന്റെ ഒഴുക്ക് വളരെ കൂടുതലായിരിക്കും. സാധാരണ രീതിയിൽ എങ്ങനെയാണ് ഇതിലെ ഒഴുക്ക് വളരെ കൂടുതലുള്ള ഒരു പ്രദേശമായിരുന്നു അത്? ചന്തു, ചന്തു കേൾക്കാമോ? ഇപ്പോൾ ലഭിച്ച ഒരു വാർത്തയിലേക്കാണ് നമ്മൾ തിരുവനന്തപുരത്ത് ആമയിഴഞ്ചാൽ തോട് വൃത്തിയാക്കാൻ ഇറങ്ങിയ ആളെയാണ് കാണാതായിരിക്കുന്നത്. മാരായമുട്ടം സ്വദേശി ജോയിയെയാണ് കാണാതായത്. ജോയി നഗരസഭയുടെ താൽക്കാലിക ജീവനക്കാരനാണ്. ഫയർഫോഴ്സ് സംഘം ഇപ്പോൾ തോട്ടിൽ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. രാവിലെ മുതൽ അവിടെ ശക്തമായ മഴ പെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ സ്വാഭാവികമായും ഒഴുക്ക് കൂടുതലുള്ള ഒരു പ്രദേശം തന്നെയായിരിക്കും അത്. മാലിന്യ കൂമ്പാരം നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. അതിനിടയിലാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തനം നടത്തുന്നത്.